ഞാൻ സുന്നിയാവണോ, ഞാൻ എന്താവണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതിന് ഏതെങ്കിലും ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റ് KM ഷാജിക്ക് വേണ്ടാന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നല്ല അത് പറഞ്ഞിട്ട് വോട്ട് പോയിക്കാളി എന്ന് പറഞ്ഞിട്ട് പേടിക്കണവരുണ്ടെങ്കിൽ ഓല പോയി പേടിപ്പിക്കണം. KM ഷാജിയെ അത് പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ വരരുത് എന്ന് ഞാൻ സ്നേഹപൂർവ്വം പറയാം. എനിക്കതിനെക്കുറിച്ച് യാതൊരു ഭയവുമില്ല. പറയാനുള്ളത് നേരുപോലെ പറയാൻ പഠിപ്പിച്ച നേതാക്കന്മാരുടെ ഒരു അനുയായിയായിട്ടാണ് മുസ്ലിം ലീഗിനകത്ത് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നേര് പറയാതെ അനാവശ്യമായ ഡിപ്ലോമാറ്റിക് കോംപ്രമൈസുകൾ കൊണ്ട് നിൽക്കാൻ ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കാൻ മുസ്ലിം ലീഗിന് പരിപാടിയില്ല. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം എന്ന് പറയുന്നത് അതനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നമുക്കെല്ലാവർക്കുമുണ്ട്. നിരീശ്വരവാദികൾക്ക് നിൽക്കാനും അവകാശമുണ്ട്. പക്ഷെ ഭരണകൂടം ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകൾക്ക് വേണ്ടി അത്തരത്തിൽ വിനിയോഗിക്കാൻ, ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനും നിങ്ങൾ വന്നാൽ അതിനെതിരെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് ഞങ്ങൾ നിർവഹിക്കും. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്വവും അതാണ്. ഇന്നത്തെ ദിവസം ലോകത്തിലെ സകലമാന മനുഷ്യസ്നേഹികളുടെയും ഹൃദയത്തിനകത്ത് സമാധാനത്തിന്റെ ചെറിയ അനുരണനങ്ങൾ വന്നൊരു ദിവസമാണ്. ഗസയിലെ കുട്ടികളുടെ പുഞ്ചിരി, അവിടുത്തെ മനുഷ്യരുടെ ആശ്വാസത്തിന്റെ ദീർഘനിശ്വാസം ലോകം മുഴുക്കെ അതാഘോഷിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കഴിഞ്ഞ 7-ാം ദിവസത്തോടെ 3 വർഷമായി ഗസയിലെ നിലക്കാത്ത വെടിയൊച്ചകളുടെ ശബ്ദം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. അവിടെയുള്ള മനുഷ്യർ പരാജയപ്പെടുകയാണോ എന്ന് നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം. നമ്മളൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഡായിക്കാർ പറയുന്നത്, ആനക്കയത്തെ ലീഗ് ഓഫീസിനകത്തുള്ള ഒരു കുട്ടിയെ അങ്ങ് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമൊക്കെ കാണാൻ കഴിയും വിധം അവർ അത്ര വലിയ വമ്പന്മാരാണ് എന്നൊക്കെയാണ്. പക്ഷെ ഒരു 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗസയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിച്ചെടുക്കാൻ അവസാനം അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടി വന്നു എന്നത് ഗസയിൽ മാത്രമുള്ള പരാജയമായിരുന്നില്ല എന്നും, സ്വാഭാവികമായും ഒരു പോരാട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗമാണ് അവരനുഭവിച്ചത് എന്നും, അന്താരാഷ്ട്ര തലത്തിൽ ഒരുപക്ഷെ ഇസ്രായേൽ വികൃതമായ മുഖത്തോടുകൂടി നിൽക്കേണ്ടി വന്നു എന്നതും ഗസ പരാജയമല്ല എന്നാണ് അവസാനത്തെ വരികളിലും വായിച്ചെടുക്കാൻ നമുക്കാവുക. മനുഷ്യരെ പച്ചക്ക് കൊന്നൊടുക്കിയ ഒരുപാട് യുദ്ധങ്ങൾക്കൊടുവിൽ അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ അമേരിക്ക അവശേഷിപ്പിച്ചത് വിയറ്റ്നാമിന്റെ തെരുവിലൂടെ ഓടുന്ന നഗ്നയായ ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. ആ ചിത്രത്തിന് ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് അമേരിക്ക രക്ഷപ്പെടാൻ എടുത്തത് ചില്ലറ വർഷങ്ങളല്ല, 10-20 വർഷമാണ്. ഗസയിൽ നിന്ന് ഇസ്രായേൽ യുദ്ധത്തിന്റെ വെടിയൊച്ചകൾ അവസാനിപ്പിക്കുമ്പോൾ അവസാനിക്കുന്നത് ഒരു ചിത്രമല്ല, 1000 ചിത്രങ്ങൾ ലോകത്തിന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഗസയിൽ എന്നിരുന്നാലും ലോകരാഷ്ട്രങ്ങളുടെ ഒക്കെ ഇടപെടൽ, 2 സ്റ്റേറ്റിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വോട്ടിംഗ് എല്ലാം, അദാനിയുടെ പോർട്ടിനു വേണ്ടി ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും അമിത്ഷയ്ക്കും ഒക്കെ കളിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു രാജ്യം എന്ന നിലക്ക് ഫലസ്തീനികളുടെ കൂടെ നിൽക്കേണ്ടി വന്നു ഈ രാജ്യത്തിനെന്നതും നിന്നു എന്നതും ഇന്ത്യക്കാർ എന്ന നിലക്ക് നമുക്ക് അഭിമാനമുള്ളതാണ്. ഈ ദിവസത്തിൽ ഞാൻ അവരെ ഓർക്കുകയും നമ്മളവരെ ഓർക്കുകയും
അവർക്ക് വേണ്ടി സംസാരിച്ചവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നാട് ദൈനംദിനം നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വിചാരിച്ച് എടുക്കുന്നതിനേക്കാളുമൊക്കെ അപകടകരമാം വിധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളിക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മളെപ്പോഴും നമ്മുടേത് മാത്രമായ അഹങ്കാരത്തിൻ്റെയോ അഹംഭാവത്തിൻ്റെയോ ഒരു കൂട്ടിനകത്ത് താമസിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ എത്രമേൽ അതിനോട് നീതി പുലർത്താറുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മലയാളിയുടെ അഹംബോധത്തിന്റെ ഭാഗമായ ഒരു ഡയലോഗാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നതുപോലും. ദൈവത്തിന്റെ സ്വന്തം നാട്, വേറെ എവിടെയും ദൈവത്തിന് സ്വന്തമായിട്ട് നാടില്ല എന്ന പോലെയുള്ള ഒരു വർത്താനാണത്. അത് നമ്മളെ കാണിക്കുന്ന ഒരു സ്വയം പോരുഷയാക്കപ്പെടുന്ന ഒരു വാക്കാണ്. പക്ഷേ ഈ നാടിനെ നമ്മൾ പറയുന്നു വിദ്യാസമ്പന്നമാണ്, സാംസ്കാരികമാണ്, പുരോഗമനപരമാണ്. എത്രമേലാണ് നമ്മൾ അതൊക്കെ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാത്തിനെയും മറികടക്കാൻ കഴിയുന്ന മനോവൈകൃതത്താൽ കേരളം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കടുത്ത വർഗീയത കൊണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന LDF എന്ന് പറയുന്ന പോലെയുള്ള ഒരു സ്ട്രക്ചറിനല്ല. കേരളം തന്നെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരിടതാണ്. കൽപ്പറ്റ നാരായണൻ ഈ അടുത്ത് എഴുതിയതുപോലെ എനിക്കിഷ്ടം രാഹുൽ ഗാന്ധിയുടെ ഇടതുപക്ഷമാണ് എന്ന് പറയുകയുണ്ടായി. ഇടതുപക്ഷം എന്നത് മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിം ലീഗ്, ഇവിടുത്തെ കോൺഗ്രസ്, ഇവിടുത്തെ ഒരുപടി പാർട്ടികൾ, CPI വരെ നിൽക്കാവുന്ന ഇടതുപക്ഷത്തിലെ പാർട്ടികൾ ആ ഇടതു വികാരത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ്. ഇന്ന് KN കുഞ്ഞമ്മദിന്റെ ഒരു ഇന്റർവ്യൂ KN പറയുന്നുണ്ട്, ഇടതുപക്ഷമായിരുന്നു നമ്മളെങ്കിൽ ഇടതുപക്ഷത്തിനു ചേരാത്ത പലതും നാം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വലതുപക്ഷത്തിന് പോലും വിചാരിക്കാൻ കഴിയാത്ത വൃത്തികേടുകൾ ഇടതുപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മടിയുമില്ലാതെ അതിന്റെ അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് കേരളത്തിന്. നിങ്ങൾ കണ്ടല്ലോ, മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുമ്പോ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യുന്നു ആര്? അമിത്ഷാ. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുറത്ത് വിസിറ്റേഴ്സിനെ കാണുന്നത് ലോകരാഷ്ട്ര തലവന്മാരോടും പ്രതിനിധികളോട് പോലും അമിത്ഷാ ചെയ്തിട്ടില്ല എന്നാണ്. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളോട് പോലും അമിത്ഷാ കാണിക്കാത്ത കാരുണ്യം ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ ഏക സ്റ്റേറ്റ് ഭരിക്കുന്ന CPM ഭരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയോട് എന്തേ കാണിക്കുന്നത്? അതിന്റെ രാഷ്ട്രീയം എന്താണ്? ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അമിത്ഷാ പുറത്തു വന്ന് പിണറായിയെ കാണുന്നു. ഗഡ്കരി ഓഫീസിൽ നിന്ന് ഇറങ്ങി പിണറായിയെ ആദരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ മുഖ്യമന്ത്രിക്ക് വേണ്ട വിധത്തിൽ അദ്ദേഹത്തിന് സമയം കൊടുക്കുന്നു. ഇതെല്ലാം ഉണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വന്ന മാറ്റം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അയ്യപ്പ സംഗമത്തിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രസംഗമുണ്ട്. ഒരു ആധ്യാത്മിക പ്രസംഗം കേട്ടതുപോലെയാണ് അദ്ദേഹം അവസാനം നമുക്ക് തോന്നിയത്. എന്ത് ഗംഭീരമായ പ്രസംഗമായിരുന്നു. പിണറായി വിജയന്റെ ഒരുപാട് പ്രസംഗങ്ങളും ചീത്തവിളികളൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ. വലിയ ഒരു ആധ്യാത്മിക പ്രഭാഷണമായിരുന്നു അത്. അദ്ദേഹം പറയാണ്, നമ്മള് അദ്വൈതത്തിലേക്ക് മടങ്ങണം. ഞാൻ പറയട്ടെ, നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അദ്വൈതത്തിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അങ്ങനെയെങ്കിലും അയാൾ ഒരു നല്ല മനുഷ്യനാവുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ പിന്നെ നാട്ടിലെ കൊലയൊക്കെ നിന്ന് കിട്ടുമല്ലോ. കമ്മ്യൂണിസ്റ്റുകൾ മുഴുവൻ അതിലേക്ക് പോകുന്നതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. കാരണം നല്ല കാര്യമാണ്, അദ്വൈതത്തിലേക്ക് പോകാൻ പോവുകയാണ്. പിണറായി വിജയന്റെ പ്രസംഗമാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ കൊലയും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നിലപാട് നേരത്തെ വരുമായിരുന്നെങ്കിൽ TP കൊല്ലപ്പെടുമായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം CPM മനസ്സിലാക്കണം, കാക്ക കുളിച്ചാൽ കൊക്കാവില്ല. എഴുതി കൊടുത്ത പ്രസംഗം കൊണ്ട് അദ്വൈതത്തിലേക്ക് പോകാം, നിലപാടുകളിലേക്ക് പോകാം എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് സാധിക്കില്ല. കാരണം അത്രമേൽ നിങ്ങൾ ഈ ജനങ്ങളോട് തിരിച്ചു പറയേണ്ടുന്ന ഒരുപാട് രാഷ്ട്രീയമുണ്ട്. നിറകേടുകൾ, എത്ര മനുഷ്യരുടെ ചോരയുണ്ട് നിങ്ങളുടെ കയ്യിൽ, എത്ര മനുഷ്യരുടെ സങ്കടമുണ്ട് നിങ്ങളുടെ കയ്യിൽ, എത്ര മനുഷ്യരുടെ പറ്റിച്ച പണമുണ്ട് നിങ്ങളുടെ കയ്യിൽ. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് ചോദിക്കട്ടെ.
ഞാൻ ഈ അടുത്ത് ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ വിശ്വാസവും സമുദായവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വിശ്വാസവും സമുദായവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ നിങ്ങൾ? ഇപ്പോ ഒറ്റ ഉദാഹരണം ഞാൻ പറയാൻ. ദേവസ്വം ബോർഡ് മന്ത്രിയാണ് വാസവൻ. വാസവൻ വിശ്വാസിയാണോ? അല്ല. പക്ഷെ വാസവനെ എന്തിനാണ് മന്ത്രിയാക്കിയത്? വാസവൻ ആ സമുദായക്കാരനാണ്. സമുദായക്കാരനായതുകൊണ്ട് അയാളെ മന്ത്രിയാക്കുന്നു എന്നത് സാമുദായികമായ ഒരു താല്പര്യമാണ്. അതിന്റെ ദുരന്ത ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അതിന്റെ ദുരന്ത ഫലം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ശബരിമലയിൽ സംഭവിച്ചത് ഏറ്റവും അവസാനം എന്താണ്? വാസവനൊരു പ്രശ്നമില്ല. ശബരിമലയിൽ നിന്ന് സ്വർണം കളവ് പോയി, ചെറിയ കാര്യമാണ്. സ്വർണ്ണ പാളികൾ അടിച്ചുമാറ്റി. എങ്ങനെയാ വാസവന് പ്രശ്നം ഉണ്ടാവുക? നിങ്ങൾ ഇന്ന് കോടതിയിൽ രാവിലെ ചില ഊഹാഭോഹങ്ങൾ വന്നു, വൈകുന്നേരം കൃത്യമായി പറഞ്ഞു 123 പവൻ ഏകദേശം ആസിഡിൽ മുക്കി ഇവിടുന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം, അടിച്ചു മാറ്റി കൊണ്ടുപോയ സ്വർണം നിങ്ങൾ മനസ്സിലാക്കണം. അത് 123 പവൻ അവിടുന്ന് ആസിഡിൽ മുക്കി അവർ വേർതിരിച്ചെടുത്തു. എന്നിട്ട് 50 പവൻ കൊണ്ട് ഈ പാളിയിൽ പൂശി. 50 പവൻ കൊണ്ട് പൂശിയതിന് ശേഷം 59 പവൻ പോറ്റി കൊണ്ടുപോയി. കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് 2019 നിങ്ങൾ എന്തിനാണ് ഈ സ്വർണ്ണപ്പാളി അങ്ങനെ എന്താണ് അത് സ്വർണ്ണപ്പാളി അല്ല എന്ന് രേഖപ്പെടുത്തിയത്? കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തിനാണ് സ്വർണ്ണപ്പാളി അല്ല എന്ന് നിങ്ങൾ പറഞ്ഞത്? 2019 ഈ ദേവസ്വം ആരുടെ കയ്യിലാണ്? വാസവന്റെ കയ്യിലല്ലേ? നിങ്ങളുടെ കയ്യിലല്ലേ? ഇടതുപക്ഷത്തിന്റെ കയ്യിലല്ലേ? നിങ്ങൾ ഈ സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോ ഇടതുപക്ഷത്തിന് പ്രയാസമില്ലാത്തത്. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സ്വർണം അടിച്ചു മാറ്റിയത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ശബരിമല പോലെ ഇത്രമേൽ ക്രമീകരണങ്ങളുള്ള, കൃത്യമായി അവിടെ വരുന്ന കോടിക്കണക്കിന് രൂപയെ ദേവസ്വം ബോർഡിലേക്ക് വഴിതിരിച്ചു വിടാൻ സിസ്റ്റമുള്ള, എത്രയോ വലിയ വിശ്വാസികൾ, വലിയ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് നിന്ന് പോറ്റി മാത്രം ഇത് കൊണ്ടുപോയി എന്ന് വിചാരിക്കുന്നുണ്ടോ? അറിയാത്ത ഒരു കാര്യം വളരെ നിഷ്കളങ്ക ഭാവേനെ ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർണവും പിണറായിയും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ കയറിയത് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണല്ലോ സ്വർണം. ഡിപ്ലോമാറ്റിക് ചാനലിൽ സ്വർണം വരുന്നു, സ്വർണം കടത്തുന്നു. നിങ്ങൾ അതിനിടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് കരിപ്പൂരിലാണ് സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നു. അപ്പോഴും വേറെ ഭാഗത്ത് വലിയ സ്വർണ്ണക്കടത്തലുകൾ നടക്കുന്നു. ഈ സ്വർണത്തിന്റെ കടത്തലുകളിൽ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള ഒരു ഗവൺമെന്റാണ് പിണറായിയുടെ ഗവൺമെന്റ്. നിങ്ങൾ ഈ ശബരിമലയിൽ പോലും നടന്ന ഈ സ്വർണ്ണ വെട്ടിപ്പ് കേവലം ഒരു പോറ്റിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു ജീവനക്കാരന്റെ പ്രശ്നമല്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ടവർക്ക് അതിൽ പങ്കാളിത്തമുണ്ട്. അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അതിന് മടിയുള്ള ഒരു സിസ്റ്റമാണോ ഈ രാജ്യം ഭരിക്കുന്നത്? അഴിമതി നടത്താൻ, കട്ടുകൊണ്ടുപോകാൻ, മനുഷ്യരെ പറ്റിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക ഗുണം ഈ മന്ത്രിസഭക്കുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉബൈ സാഹിബ് ഇവിടെ ഉണ്ട്, അമീദൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നിയമസഭയുടെ അകത്ത് വെച്ചല്ലേ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒരു MLA എന്നുള്ളത് വിട്. ആ നിയമസഭക്കകത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അകത്ത് കയറിയിരിക്കുന്ന ഒരു MLA നജീബ് കാന്തപുരത്തെ നിങ്ങൾ ആക്ഷേപിച്ച വാക്കെന്താണ്? നിങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? അദ്ദേഹത്തിന് ഒരു ഉയരക്കുറവിനെ നിങ്ങൾ ഒരു വലിയ ആക്ഷേപമായി ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലൊക്കെ കുറെ സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുമ്പോഴേക്ക് ചാടി ഇറങ്ങി പുറപ്പെടുന്ന സാംസ്കാരിക നായകന്മാർ എവിടെ? അവരൊക്കെ എവിടെയാ ഉള്ളത്? കേരളത്തിലെ ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സ്ഥാനമാനങ്ങൾ വാങ്ങിയെടുത്ത കഴിവുകെട്ട 10 റുപ്പികയുടെ നിലവാരമില്ലാത്ത കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയില്ലേ? ആ ആരോഗ്യമന്ത്രിയെ കുറിച്ച് വിമർശിക്കുന്നതിനിടയിൽ നമ്മൾ വളരെ കൊളോക്കിയലായിട്ട് പറയുന്ന ഒരു വാക്കാണ്, ഇതെന്തൊരു സാധനമാണ് എന്ന് നമ്മൾ പറയും. ആ വാക്ക് പറഞ്ഞതിന് എന്നെക്കൊള്ള ചാടിയ ഇവിടുത്തെ കുറെ ആളുകളില്ലേ? CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനില്ലേ? കേസ് കൊടുത്ത് എന്നെ മൂക്കിൽ വലിച്ചു കളയും എന്ന് പറഞ്ഞ ഗോവിന്ദനില്ലേ? ഞാൻ ചോദിക്കുന്നു, ഗോവിന്ദ, ഈ പറഞ്ഞ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നജീബ് കാന്തപുരത്തോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടാവും, ലീഗിന്റെ ഓരോ MLA-യോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടാവും. കാരണം മുസ്ലിം ലീഗിന്റെ MLA-മാർ
അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ 100% പുലർത്താൻ ശ്രമിക്കുന്നവരാണ്. നജീബിന് ചിലപ്പോ പിണറായി വിജയ കുറച്ച് ഹൈറ്റ് കുറവുണ്ടാവും, പക്ഷേ ഹൈറ്റ് കുറഞ്ഞാലും അത് കാന്താരിയാണ്. അറിയണമെങ്കിൽ പെരിന്തൽമണ്ണ പോയി നോക്കണം. നജീബ് കൊണ്ടുവന്ന പദ്ധതികളുണ്ട് അവിടെ. വിദ്യാഭ്യാസ രംഗത്ത് ആളുകൾക്ക് പഠിക്കാൻ, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ, അവിടെ അവർക്ക് ഉന്നത വിജയം നേടി മുന്നോട്ട് പോകാൻ അങ്ങനെ പരിശ്രമിക്കുന്ന ഒരു MLA നിങ്ങൾ എങ്ങനെയാണ് ആക്ഷേപിക്കേണ്ടത്? എന്നിട്ട് ഇന്ന് പത്രക്കാർ വന്നപ്പോൾ അയാൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഞാൻ ആരോഗ്യമില്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യമില്ലാത്തവൻ സമരം ചെയ്യാൻ പറ്റൂലേ? ആരോഗ്യമില്ലാത്തവൻ സമരം ചെയ്യാൻ പറ്റൂലേ? ഇനി ആരോഗ്യമില്ലാത്തവനെ കുറിച്ചാണ് നിങ്ങൾ കളിയാക്കിയതെങ്കിൽ ആരോഗ്യമില്ല എന്ന് വെച്ചിട്ട് സമരം ചെയ്യാതെ കിടന്ന നിയമസഭയിലെ MLAക്ക് അനാരോഗ്യമുണ്ടെങ്കിൽ അയാൾ സമരം ചെയ്യണ്ടേ? നാട്ടിൽ ആരോഗ്യമില്ലാത്ത ഒരുത്തരെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവൻ സമരത്തിന് വരണ്ടേ? രാജ്യത്ത് നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അയാൾ പങ്കാളിയാവണ്ടേ? എന്ത് മുഖ്യമന്ത്രിയാണിത്? ഒരു മുഖ്യമന്ത്രിയാണ് അയാൾ. അത് പ്രസംഗിക്കുമ്പോ ഈ അന്തംഗമ്മികളായ സഖാക്കളിൽ നിന്ന് കൈയടിക്കുക. അപ്പൊ കൈയടിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു ഇത് മോശമായി പോയി. എന്നാ നിങ്ങൾ അറിയുമോ, തൊട്ടു പിറ്റേ ദിവസം അതിന്റെ ബാക്കി വന്നു ചിത്തരഞ്ജൻ കളിയാക്കിയത് നജീബിനെ മാത്രമല്ല, അംഗവൈകല്യമുള്ള ഈ നാട്ടിലെ എന്താണ് അംഗവൈകല്യമുള്ളതിനെ കുറിച്ച് നാട് പറയുന്നതെന്നറിയോ? ഡിഫറൻറ്റ്ലി ഏബിൾ. ഒരു മനുഷ്യന് ഒരു പ്രയാസം വരുമ്പോ ആ പ്രയാസത്തെ നമ്മൾ കൂടി ചേർത്ത് പിടിക്കുമ്പോഴല്ലേ ഇല്ലാതെയാവുക. നടക്കാൻ വയ്യാത്ത ഒരാളെ നമ്മൾ ചേർത്ത് പിടിച്ച് അവന്റെ കൈ പിടിച്ചു നടത്തിക്കുമ്പോ, കണ്ണു കാണാൻ കഴിയാത്തവന് വേണ്ടി നമ്മൾ കാണുമ്പോ, ചെവി കേൾക്കാത്തവന് വേണ്ടി നമ്മൾ കേൾക്കുമ്പോ, അപ്പോഴല്ലേ നമ്മൾ മനുഷ്യരാവുക. കമ്മ്യൂണിസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, മനുഷ്യരാവുക അപ്പോഴല്ലേ. എന്നിട്ടാണോ നടക്കാൻ വയ്യാത്തവനെ ഒരു MLA ചിത്തരഞ്ജൻ സഭയിൽ വെച്ച് ആക്ഷേപിച്ചത്? അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറം തന്നെ പ്രതിഭ എന്താ പറഞ്ഞത്? ഉദ്ഘാടനത്തിന് ആള് കൂടുന്നത് ഉടുത്തോം കഴിച്ചിട്ട് പോണതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരു നിലവാരം. എങ്ങനെയാ MLAമാർക്ക് നിലവാരം ഉണ്ടാവുക? മൊല്ലാക്ക നിന്ന് മൂത്രമൊഴിച്ച കുട്ടികൾ നടന്നല്ലേ മൂത്രമൊഴിക്കുള്ളൂ. കേരളത്തിൽ നിലവാര തകർച്ചയുടെ അപ്പോസ്തലനായ പിണറായി കേരളം ഭരിക്കുമ്പോ ഇത്രയല്ലേ സഭയിൽ സംഭവിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കലാവും നല്ലത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര മോശമായി, എത്ര മ്ലേച്ഛമായി കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പരസ്യമായി ഒരു സമൂഹത്തെ ആക്ഷേപിക്കുക, അപമാനിക്കുക, പരിഹസിക്കുക. എന്നിട്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ഒരു മുണ്ടാട്ടവും ഇല്ല, ഒരു വർത്താനവും ഇല്ല, അവരൊന്നും അറിഞ്ഞ മട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഓർമ്മയുണ്ടോ സഖാക്കളെ? ഉമ്മൻചാണ്ടി അന്ന് ഡോക്ടർ മുനീർ സാഹിബാണ് കേരളത്തിലെ സാമൂഹ്യനീതി മന്ത്രി. സോഷ്യൽ വെൽഫെയർ എന്നായിരുന്നു പേര്. ആ പേര് സോഷ്യൽ വെൽഫെയർ. എന്നിട്ട് അതിന്റെ മുനീർ സാഹിബ് പേര് മാറ്റുന്ന സമയത്ത് ഞങ്ങളൊക്കെ അന്ന് നിയമസഭയിലുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് മാറ്റൽ? അവര് പറഞ്ഞു അന്ന് ഗവൺമെന്റിന്റെ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സഭയിൽ മുനീർ സാഹിബ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഉമ്മൻചാണ്ടി എൻഡോസ് ചെയ്ത ഒരു പ്രസംഗം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ അവരുടെ വെൽഫെയർ ഒന്നുമല്ല, നമ്മൾ എന്തോ ഒരു കാരുണ്യം ഈ നാട്ടിലെ വികലാംഗർക്ക് ചെയ്തു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡിഫറൻറ്റ്ലി ഏബിളായ ആളുകൾക്ക് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കാരുണ്യം പറ്റേണ്ടവരൊന്നുമല്ല അവര്. അത് അവരുടെ അവകാശമാണ്, അവരുടെ നീതിയാണ്. അതുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസ് എന്ന് ആ സർക്കാർ അതിന്റെ നല്ല പേര് മാറ്റി. അതൊരു കാഴ്ചപ്പാടാണ്. അന്ന് ഉമ്മൻചാണ്ടി സാറ് മുനീർ സാഹിബിന് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്ത ഒന്ന് നിങ്ങൾക്കറിയാം, കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആണ്. നമ്മുടെ മക്കൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ സംസാരിക്കാൻ കഴിയാത്ത കുറെ ആളുകൾ, പാപങ്ങൾ അല്ലേ, ചെറിയ കുഴപ്പം കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്നത്. ചെറിയ ഒരു വയസ്സിൽ 10 അല്ലെങ്കിൽ ഒരു 5 വയസ്സിൽ ഒരു 15 വയസ്സിന് മുമ്പ് സംസാരിക്കാനാവില്ല എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ 99% അത് കോക്ലിയറിന്റെ പ്രശ്നമാണ്. ആ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാൻ ഒരു ഗവൺമെന്റിന്റെ പോളിസിയുമായി വന്നു ഒരു മുഖ്യമന്ത്രി. അതിനുവേണ്ടി നേതൃത്വം കൊടുത്തു കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വം, മന്ത്രിമാർ. സാമൂഹ്യ പ്രതിബദ്ധത അതാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന അതാണ്. അല്ലാതെ ഡിപ്ലോമാറ്റിക് ചാനലിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി ആ എക്സ്പീരിയൻസ് കൊണ്ടുപോയി ശബരിമലയിലെ സ്വർണവും അടിച്ചു മാറ്റി അതിന്റെ സുഖലോലുപതയിൽ കുറെ അണികളെയും കൂടെ നിർത്തിയിട്ട് ഈ ഗുണ്ടായിസം പരിപാടി നടത്തുന്ന ഏർപ്പാടല്ല മുഖ്യമന്ത്രി ഭരണം എന്ന് പറയുന്നത്. രാജ്യത്തെ നയിക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാവണം, മനുഷ്യർക്ക് വേണ്ടിയാവണം. അതിന് കഴിയേണ്ടതില്ലേ? അതിന് കഴിയുന്നതിന് പകരം
നിങ്ങൾ മറ്റുള്ളവർ ആക്ഷേപിച്ച, ഞാൻ ദീർഘമായിട്ട് പറയണില്ല, ഞാൻ എന്നെ കുറിച്ച് 2-3 ദിവസമായി ഞാനത് വളരെ കൃത്യതയോടെ ഞാനത് പറഞ്ഞു പോയത് കൊണ്ട് വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരത്തെ അവിടുന്ന് പറഞ്ഞു, ഞങ്ങള് വളരെ കൃത്യമായി ഈ നാട്ടിൽ സൂക്ഷിച്ച് നിർവഹിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ പ്രവർത്തനം. എന്തുകൊണ്ടെന്നറിയുമോ? നിങ്ങൾ എപ്പോഴും അപകടപ്പെടുത്താൻ ഇടമുള്ള ഒരു മേഖലയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ. നിങ്ങൾക്കറിയുമോ, ഈ മൈനോറിറ്റി എന്ന് പറയുന്നത്, ആ മൈനോറിറ്റി ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മൈനോറിറ്റി ഉണ്ട്. ഭാഷാ മൈനോറിറ്റി ഉണ്ട്, മതപരമായ മൈനോറിറ്റി പലതരത്തിലുണ്ട്. ഇവരെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പലതരത്തിലുണ്ട്. UN ചാർട്ടറുകൾ പരിശോധിക്കുന്ന നിങ്ങൾ, ആ UN ചാർട്ടറുകളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് മൈനോറിറ്റിയെ ക്രിയേറ്റീവായി പരിവർത്തിപ്പിച്ചെടുക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, മുല്ലപ്പൂ വിപ്ലവം കഴിഞ്ഞ് ആ രാജ്യത്ത് നിന്ന് ഒരു പ്രതിനിധി ഈ അഹമ്മദ് സാഹിബിനെ വന്ന് കാണുന്നുണ്ട്. അഹമ്മദ് സാഹിബിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കർമ്മപദ്ധതികളെ, പ്രവർത്തന മണ്ഡലങ്ങളെ പഠിക്കാൻ വന്നവരാണ്. എന്തിനാ പഠിക്കാൻ വരുന്നത്? ഇത് യുണീക്കായ, ലോകത്തിൽ ഒരിടത്തും കാണാത്ത, രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കർമ്മ രീതിയാണ് മുസ്ലിം ലീഗ്. അങ്ങനെയാണ്. ഇതാ ഈ നേരത്തെ നേതാക്കന്മാര് പറഞ്ഞല്ലോ, ഈ ആനക്കയത്ത്, ഈ മലപ്പുറത്തിന്റെ പ്രാന്തഭാഗങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് പ്രസംഗിച്ചു തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ആ മാപ്പിളയോടാണ് സംസാരിക്കുന്നത്. ഏതു മാപ്പിള? മലബാർ കലാപത്തിന്, മലബാർ സമരത്തിനു ശേഷം മുറിവേറ്റു നിൽക്കുന്ന, സങ്കടങ്ങൾ മാത്രം ബാക്കിയുള്ള, നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ മറ്റു അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാടുകടത്തപ്പെട്ട അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ സഹോദരന്മാർ, മുറിവേറ്റ മനസ്സുമായി ജീവിക്കുന്ന 40കൾ 50കൾ 60കൾ. അവിടെയാണ് മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. CH അവരോട് പറഞ്ഞത്, ഇത് നിങ്ങളുടെ നാടാണ്, നിങ്ങളുടെ നാട്, നിങ്ങൾക്ക് അവകാശങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ട്. ഒപ്പം നിങ്ങൾ ഈ രാജ്യത്തിന്റെ കർമ്മപദങ്ങളിൽ പങ്കാളികളാവണം. ഈ രാജ്യത്തിന്റെ പുരോഗമനത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം. നിങ്ങൾ വെറും അവകാശം ചോദിക്കുന്നവർ മാത്രമാവരുത്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടവരാവണം. റോഡുണ്ടാക്കിക്കോളൂ, പാലമുണ്ടാക്കിക്കോളൂ, സ്കൂൾ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞവരെ പഞ്ചായത്തുകളിൽ മത്സരിപ്പിച്ച്, നിയമസഭയിൽ മത്സരിപ്പിച്ച്, പാർലമെന്റിൽ മത്സരിപ്പിച്ച് ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റിയത് അവർ കേവലം രാജ്യത്തിന്റെ പുരോഗതിയിൽ കൂടെ പങ്കാളികളാവുന്നത് വഴി ഈ നാട്ടിലെ എല്ലാ സമുദായങ്ങളുമായി അവർക്ക് സംസാരിക്കാൻ, സംവദിക്കാൻ, ഇടപെടാൻ അവസരമുണ്ടാകുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ UN ചാർട്ടറിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മൈനോറിറ്റി സംഘടിക്കുമ്പോ മൈനോറിറ്റി അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകും വിധത്തിലും, എന്നാൽ അതുപോലെ രാജ്യത്തിന്റെ പുരോഗതിയിലും ഒരുപോലെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാവണം. വളരെ കൃത്യതയോടെ അന്താരാഷ്ട്ര തലത്തിൽ പോലുമുള്ള UN വ്യവസ്ഥിതികളെ പോലും ആ ചാർട്ടറുകൾ വരുന്നതിന് മുമ്പ് തന്നെ അത് പ്രയോഗവൽക്കരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലെ എല്ലാ മൈനോറിറ്റിയും, അത് ഇന്ത്യയിൽ മുസ്ലിങ്ങളാണെങ്കിൽ പാകിസ്ഥാനിൽ ഹിന്ദുക്കളാണ്, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളാണ്, ലോകത്തിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ മറ്റു മതസ്ഥരാണ്, ഒരുപാട് രാജ്യങ്ങളിൽ, നേപ്പാളിൽ അത് മറ്റു മതസ്ഥരാണ്, ഒരുപാട് രാജ്യങ്ങളിൽ. ഈ മൈനോറിറ്റിയുടെ സൈക്കോളജി മനഃശാസ്ത്രപരമാണ്. പരിശോധിച്ചാൽ അതൊരു തരം ഇൻസെക്യൂറാണ്, ഒരു ചെറിയ ഭയം. അവരെ എപ്പോഴും അപകടപ്പെടുത്താം. തീവ്രവാദികൾ അവർക്ക് വേണ്ടി സംസാരിക്കും. നിങ്ങൾ ഒറ്റക്കാണ് കേട്ടോ, സൂക്ഷിക്കണം, ആയുധം എടുത്ത് പിടിച്ചോളൂ, മറ്റുള്ളവർ നിങ്ങളെ വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അവർ ആയുധ സജ്ജരായി നിൽക്കുക. മൈനോറിറ്റി നിരന്തരമായ ഒരു തലവേദനയായി ആ രാജ്യത്ത് നിൽക്കുക. ഇത് വളരെ ഗൗരവത്തോടെ തിരിച്ചറിഞ്ഞു ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, അങ്ങനെ തുടങ്ങിയ ലീഗിന്റെ തര. അവര് പറഞ്ഞു, നിങ്ങൾ സംഘടിച്ചു നിൽക്കുക. വിശ്വാസികളാണല്ലോ അവർ, അതുകൊണ്ട് പറഞ്ഞു അവരുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. വിശ്വാസത്തെ തന്നെ ചേർത്ത് പിടിച്ച് അവരെ രാഷ്ട്രീയപരമായി സംഘടിപ്പിച്ച് രാജ്യത്തിന്റെ പുരോഗമനത്തിൽ പങ്കാളികളാക്കി മാറ്റുന്നതിലാണ് മുസ്ലിം ലീഗ് അതിന്റെ ഏറ്റവും വലിയ സൂക്ഷ്മത ഉണ്ടാക്കിയത്. വർഗീയമായി പറയുന്നവരെ കുറിച്ച് വലിയ ഗൗരവത്തോടെ ലീഗ് നേതാക്കന്മാർ പഠിപ്പിച്ചു. ഒരു തരത്തിലും വർഗീയമായി ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്, അങ്ങനെ ചിന്തിക്കാൻ കഴിയരുത്. എവിടെയാണ്? മുസ്ലിം ലീഗിന്റെ ഒരുപാട് ശാഖകളുണ്ട്. CH സെന്റർ പോലെ നിരവധി തരത്തിലുള്ള ശാഖകൾ മുസ്ലിം ലീഗിനുണ്ട്.
എവിടെയെങ്കിലും അത്തരത്തിലൊരു പരാമർശത്തെ കാണിക്കാൻ ഇന്നുവരെ ആർക്കും കഴിയാത്ത വണ്ണം മുസ്ലിം ലീഗ് സൂക്ഷ്മതയോടെ സമുദായത്തിനകത്ത് നിന്ന് വരുന്ന അപകടകരമായ വർഗീയ നീക്കങ്ങളെ പലരും പറഞ്ഞപ്പോഴും കോംപ്രമൈസ് ഇല്ലാതെ മുസ്ലിം ലീഗ് അവരെ എതിർത്തു. എന്തിനു വേണ്ടിയാണ്? വർഗീയപരമായി ചിന്തിക്കുന്നത്, നടക്കുന്നത് അത് ലീഗിന്റെ നിലപാടല്ല എന്ന് ഉറപ്പിച്ചു സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു കൊണ്ടിരിക്കൂ. അതേ സമയത്തോ സമുദായം എന്ന നിലക്ക് അവരുടെ വിട്ടുവീഴ്ച ഉണ്ടായോ? ഞാൻ ചോദിക്കട്ടെ, ഈ സമുദായം എന്ന നിലക്ക് വിട്ടുവീഴ്ച ഇല്ലാത്തതിന്റെ ഗുണഫലം എന്താണ്? നിങ്ങൾ ബംഗാളിൽ പോയി നോക്കിയാൽ മതി. ഇതേ പിണറായിയുടെ മൂത്താപ്പമാർ ഭരിച്ച 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ പോയി നോക്കിയാൽ മതി. എന്താണ് അവിടുത്തെ ഒരു ജനതയുടെ സ്ഥിതി, ഒരു സമുദായത്തിന്റെ സ്ഥിതി? കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ മുസ്ലിം ലീഗ് മാത്രമല്ല, എല്ലാ സമുദായ സംവിധാനങ്ങളും അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയുമായി. മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ഈഴവന്മാരെ ശാക്തീകരിച്ചു. മന്നത്ത് പത്മനാഭൻ നായൻ സമൂഹത്തെ ശാക്തീകരിച്ചു. അയ്യങ്കാളിയെ പോലെ, ഡോക്ടർ പൽപ്പുവിനെ പോലെ നിരവധി ആളുകൾ അവരുടെ സമുദായങ്ങളുടെ വീക്കർ സെഷനുകളിൽ ഇടപെടുകയും അവരെ സമുദ്ധരിക്കുകയും ചെയ്തു. അതിന്റെ ഫലം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഈഴവ സമുദായം ഈ കണ്ട പുരോഗതി മുഴുവൻ കൈവരിച്ചത് നിങ്ങൾ മലപ്പുറത്താണ്. ഞാന് കൊല്ലത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. എനിക്കറിയാം, നിങ്ങൾ മലപ്പുറത്തങ്ങാടിയിലോ അതല്ലെങ്കിൽ വടകര താലൂക്കിലോ പോയാൽ അവിടെ കാണുന്ന ഒരു വലിയ വീട്, അത് സ്വാഭാവികമായി വിദേശത്തൊക്കെ പോയി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു മുസ്ലിമിന്റെ വീടാണ്. എന്നാൽ നിങ്ങൾ കൊല്ലം നഗരത്തിൽ കോടികളുടെ വിലയുള്ള ഇടത്ത് മനോഹരമായ അമ്പുര ചുംബികളായ വീടുകൾ കാണാം. ഈഴവ സമുദായത്തിന്റെ അന്തസ്സോടെയാണ് അവർ ജീവിക്കുന്നത്. നല്ല വിദ്യാഭ്യാസമുണ്ട്. അവരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ആരാണ് ഈ സൗകര്യം ഒരുക്കി കൊടുത്തത്? ഉറപ്പാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ്. SNDP എന്ന് പറയുന്നത് ഒരു മഹാ ഉത്തരവാദിത്തം നിർവഹിച്ച മഹാപ്രസ്ഥാനമാണ്. അതിന്റെ തലപ്പത്തിപ്പോൾ വെള്ളാപ്പള്ളിയെ പോലെ ഒരുത്തൻ വന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാം ആ പ്രസ്ഥാനം നിർവഹിച്ച ഉത്തരവാദിത്തം വലുതാണ്. അത് ഗുരുദേവന്റെതാണ്. നായർ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരുന്നു സ്നേഹമുള്ളവരെ? എന്തൊരു സങ്കടമായിരുന്നു ആ സമുദായം. അവരഭിമുഖീകരിച്ച പ്രയാസം ആലോചിക്കാൻ കഴിയാത്തതായിരുന്നു. ആ നായർ കമ്മ്യൂണിറ്റിക്ക് അന്തസ്സു വാങ്ങിക്കൊടുത്തത്, അതിന് നേതൃത്വം കൊടുത്തത് മന്നത്തു പത്മനാഭനാണ്. ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ നേതൃത്വം കൊടുത്ത് രക്ഷപ്പെടുത്തിയ ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് പറയാൻ കഴിയും? പിണറായിയുടെ കുടുംബത്തെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, സമുദായത്തെക്കുറിച്ചാണ്. നിങ്ങൾ രക്ഷപ്പെടുത്തിയ, നിങ്ങൾ പറയില്ല EMS ഭയങ്കര സംഭവമാണ്. എന്ത് സംഭവം സഹോദരന്മാരെ? എന്ത് സംഭവം? എവിടുത്തെ സംഭവം? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. EM ശങ്കര നമ്പൂതിരിപ്പാട്, ഇവിടുത്തെ കരുണാകരനെ, ചേലാട്ട് അച്യുതമേനോനെ, CH മുഹമ്മദ് കോയ സാഹിബിനൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ ചെയ്തതിന്റെ 100-1 EM ശങ്കർ. ഞാൻ നേരത്തെ പറഞ്ഞ ബഡായി ഉണ്ടല്ലോ മലയാളിയുടെ, ആ ബഡായി പോലെ നിങ്ങൾ പറയുന്നതല്ലാതെ EMS ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന് ചെയ്തു കൊടുത്ത നേട്ടം എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അദ്ദേഹം ഏറ്റവും വലിയ ജാതിയുടെ അപ്പോസ്തലനായിരുന്നു, സവർണ മേധാവിത്വത്തിന്റെ. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു നമ്പൂതിരിപ്പാട് എന്ന ജാതി അദ്ദേഹത്തിന്റെ സവർണബോധം കൊണ്ടുവന്ന് മാത്രമല്ല, ഏലം, കുളം, മനക്കൽ പോരുമ്പോ മനയും കൂടെ കൂടിയിട്ടാണ് CPM-ലേക്കാൾ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വന്നത്, ഇല്ലേ? ആ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ലക്ഷം ഇവിടുത്തെ ആദിവാസി സമൂഹം നിങ്ങളത് പരിശോധിച്ച് നോക്ക്. വെറുതെയാണോ കമ്മ്യൂണിസ്റ്റുകാരാ ഇവിടുത്തെ നക്സലേറ്റുകൾ അവർക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഘട്ടമുണ്ടാക്കിയത്? 8 നക്സലേറ്റുകൾ നിങ്ങൾ വെടിവെച്ച് കൊല്ലുമ്പോ ചോദിച്ചോ ആരോടെങ്കിലും എന്താ വിഷയം എന്ന്? ആദിവാസി സമൂഹത്തിന്റെ ഈ തകർച്ചയുടെ ഏറ്റവും വലിയ കാരണക്കാർ അവരെ വോട്ട് ബാങ്കുകളാക്കി ഉപയോഗിച്ച ഇവിടുത്തെ CPM-കാരനാണ്. ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്ത ഏതെങ്കിലും ഒരു സമുദായം, മുസ്ലിം സമുദായത്തിന്റെ അവകാശത്തിൽ എന്തായാലും വരില്ലല്ലോ. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ആ സമുദായം മുന്നോട്ട് വന്നത്. വളരെ സാമുദായികമായ പോരാട്ടത്തിന്റെ ഫലമായി വ്യത്യസ്ത ബ്ലോക്കുകളിൽ ഉണ്ടായിരുന്ന സമുദായങ്ങൾ, നായന്മാരാകാം, ഈഴവന്മാരാകാം, മുസ്ലിങ്ങളാവാം, ക്രിസ്ത്യാനികളാവാം, എല്ലാവരും അവരവരുടെ പ്രയത്നത്താൽ ശാക്തീകരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ നാട് ഒരു മെനയിലെത്തി, ഒരു രൂപത്തിലേക്കൊക്കെ വന്നു. ഇത്തിരിയെങ്കിലും കേരളത്തിന് പിടിച്ചു നിൽക്കാനായത് ആ സാമുദായിക പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയവും സാമുദായികവുമായ മുന്നേറ്റത്തിന്റെ ഫലമാണ്.
ഇതെങ്ങനെയാണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ 9 കൊല്ലമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹത്തിന്റെ ആഴമറിയും. ഇത് പറയാനല്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഇത് പറയാനല്ലേ ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന പേര് വെച്ചത്? ഇത് പറയാനല്ലേ ഞങ്ങൾ പച്ചക്കൊടിയും പിടിച്ച് നടക്കുന്നത്? ഇത് പറയാനല്ലേ ഖായിദമിലത്തെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അഭിമാനത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പതാക തന്നേൽപ്പിച്ചു പോയത് അല്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കഴിഞ്ഞ 9 കൊല്ലമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നിങ്ങൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ നഷ്ടങ്ങളുടെ കണക്കൊന്ന് പറഞ്ഞേ പിണറായി വിജയ. നിങ്ങളെ പ്രകോപിപ്പിച്ചത് അതാണെന്ന് എനിക്കറിയാം. ആ ചോദിച്ചതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം നിങ്ങൾ തിരുകി കയറ്റി നഷ്ടപ്പെടുത്തിയ മുസ്ലിം സംവരണത്തിന്റെ കണക്ക് പറയാൻ പറ്റുമോ? സാമ്പത്തിക സംവരണവാദിയായിരുന്നില്ലേ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്? ആയിരുന്നില്ലേ ഈ നാട്ടിലെ ഈഴവന്, ഈ നാട്ടിലെ ദളിതന് സാമ്പത്തിക സംവരണവാദം ഉന്നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി? എന്നാൽ അത് നടപ്പിലാക്കിയത് ഏറ്റവും കൂടുതൽ പിണറായി വിജയന്റെ ഈ കാലത്താണ്. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞാൻ എക്സ്പെർട്ടുകളെ കൊണ്ടുവരാം. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ SFI-കാരനെ നിങ്ങളുടെ തിരുകിക്കയറ്റി തകർത്ത സംവരണം ഒരു ഭാഗത്ത്, മറുഭാഗത്തോ സംവരണത്തെ പൂർണ്ണമായി അട്ടിമറിച്ചു തകർത്തിയ സംവരണം വേറെ ഒരു ഭാഗത്ത്. എന്തുമാത്രം വലിയ തകർച്ചയാണ് നിങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇത് തിരിച്ചു പിടിച്ചു കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയോട് നിങ്ങൾ കാണിക്കുന്ന അവഗണനയുടെ കണക്ക് ഞാൻ പറഞ്ഞു. താലൂക്കുകളുടെ, മണ്ഡലങ്ങളുടെ, വില്ലേജ് ഓഫീസുകളുടെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ മലപ്പുറത്തിന്റെ പകുതിയോളം ജനസംഖ്യയില്ലാത്ത ഒരു ജില്ലയിൽ അവിടുത്തെ വില്ലേജ് ഓഫീസുകൾ 250-300 ആകുമ്പോ ഈ മലപ്പുറം ജില്ലയിൽ അത് 100 ചില്ലാനമാകുന്നതിന്റെ കണക്കെന്താണ്? എന്താ അതിന്റെ കണക്ക്? നിങ്ങൾ നിരന്തരമായി ഇവർക്ക് ഇവിടെ ഈ കഴിഞ്ഞ 9 കൊല്ലം എത്ര കോഴ്സുകൾ ഇവിടെ? ഞാൻ ചോദിക്കുന്നത്, ഈ സമുദായത്തിന് നിങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങളിൽ മയങ്ങുന്ന കുറെ ആളുകളെ വെച്ച് സമുദായത്തിന് മുഴുവൻ വില പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ 9 കൊല്ലം. പലരും നിങ്ങൾ മയക്കി കടത്തി. മുഖ്യമന്ത്രി ഒന്ന് വിളിക്കുമ്പോഴേക്കും തരളിതമായി പോകുന്ന ചില നേതൃത്വത്തെ നിങ്ങളങ്ങ് കയ്യിലിട്ട് അമ്മാനമാടി കൊണ്ടു നടന്നു. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, ആരൊക്കെ തരളിതമായി പോയാലും, ആരൊക്കെ രോമാഞ്ചം പിടിച്ച് വികാര വിജൃംഭിതമായാലും, സമുദായത്തിന് തലമുടിനാരിയുടെ അവകാശം നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ CH-ന്റെ മക്കൾ, വാഫക്കി തങ്ങളുടെ മക്കൾ, പൂക്കോയ തങ്ങളുടെ മക്കൾ, ഖായിദമില്ലത്തിന്റെ മക്കൾ ജാഗ്രതയോടെ ഇവിടെ ഉണ്ടാകും. അതിന് നിങ്ങൾ വർഗീയമെന്ന് വിളിച്ചാൽ നിങ്ങൾ KM ഷാജിയെയും ലീഗിനെയും മാത്രം വർഗീയമെന്ന് പറഞ്ഞാൽ മതിയാവില്ല. മന്നത്ത് പത്മനാഭനെ വിളിക്കേണ്ടി വരും, മഹാനായ ഗുരുദേവനെ വിളിക്കേണ്ടി വരും, നിങ്ങൾ അയ്യങ്കാളിയെ വിളിക്കേണ്ടി വരും. നിങ്ങളോട് ഞാനിന്ന് പറയുമ്പോൾ ചോദിച്ചു, പാർലമെന്റിൽ കഴിഞ്ഞ 2024 ജൂലൈയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യമുണ്ട്. ഹൽവ സെഷൻ പാർലമെന്റിൽ ഉണ്ടാകും, പ്രീ ബജറ്റ് വേളയിലാണത്. ആ സമയത്ത് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കിയിട്ട് എവിടെയാണ് ഈ രാജ്യത്തിന്റെ 90%? എവിടെ? അവരെവിടെയാണ്? അവരെ കാണുന്നില്ലല്ലോ. 90% വരുന്ന SC ST മുസ്ലിങ്ങൾ, പിന്നോക്ക വർഗങ്ങൾ, അവരെവിടെയാണ്? ഇവിടെ 2% പോലുമില്ല. 2 പേരുണ്ടായിരുന്നു ഇവിടെ, ഫോട്ടോയിൽ അവരില്ല. രാഹുൽ ഗാന്ധി വർഗീയവാദിയാ? രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിലെ പിന്നോക്ക വർഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവൻ വർഗീയവാദിയാ? ആണോ? എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഭാഷയിലാവാം. ഞങ്ങൾക്ക് ഈ രാജ്യത്തിലെ പിന്നോക്ക വർഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് മറ്റൊരു വിഭാഗത്തെയും വേദനിപ്പിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ, ഇത് നൗഷാദ് ഉണ്ടായിരുന്നല്ലോ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരിക്കുമ്പോ അന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ സമരം നയിക്കുമ്പോൾ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കണ്ണൂരിലേക്ക് പോകുന്നത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പലയിടത്തും യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഭീകരമായ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങ് മാഹിയുടെ അടുത്ത് കാസിംക പള്ളിയിലേക്ക് രാവിലെ പോവുകയാണ്. കാസിംകയെ പള്ളിക്ക് പോകുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി കാലിന്റെ ചിരട്ട അടിച്ചു പൊട്ടിച്ചു ഈ സമുദായത്തിൽപ്പെട്ട ചില വർഗീയ ഭീകരവാദികൾ. അത്രമേൽ അതിക്രമങ്ങൾ. അൻവറാജി ആക്രമിച്ചു. ഞങ്ങളുടെ വടകര മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരുന്ന ആ ജാഫറിനെ ആക്രമിച്ചു. കൊല്ലാതെ തലമുടിനാരുടെ രക്ഷപ്പെട്ടു. അതിക്രമങ്ങൾ ഈ മഞ്ചേരിയിൽ എത്ര, ഏതെല്ലാം തരത്തിൽ.
ആ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഞാൻ മത്സരിക്കുന്നത് കൊണ്ട് ഞാൻ ഹൈദരലി തങ്ങളോട് പെർമിഷൻ എടുത്തു. ഞാൻ മത്സരിക്കുന്നത് കണ്ണൂരാണ്. എനിക്ക് അവിടെ പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരൊറ്റ തീവ്രവാദികളുടെയും വോട്ടില്ലാതെ ഞങ്ങൾ മത്സരിക്കുമെന്ന്. മത്സരിച്ചു. ഞാൻ ചോദിക്കട്ടെ CPM-കാരോട്, ഞങ്ങള് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയത് ഈ സമുദായത്തിനകത്തു നിന്ന് വന്ന തീവ്രവാദികൾക്കെതിരെയാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അകം ശുദ്ധീകരിക്കാതെ പുറത്ത് സംസാരിക്കുന്നതിൽ ആ ഭംഗിയുണ്ട്, അത് ശരിയല്ല എന്ന് വിശ്വാസമുള്ളവരായിരുന്നു. ഞങ്ങൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെയാണ് PDP വന്നത്, ഞങ്ങൾക്കെതിരെയാണ് INL വന്നത്. ഞങ്ങൾക്കെതിരായി അന്ന് മുതൽ ഇന്ന് വരെ ഐഡിയോളജിക്കലായി മുസ്ലിം ലീഗിന്റെ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ ഐഡിയോളജി ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞങ്ങൾക്കെതിരെയാണ് SDPI വന്നത്. ഞങ്ങൾക്കെതിരെ വരാത്ത ഏത് സംഘടന, ആരൊക്കെ, എന്തിന് ഞങ്ങൾ ഈ രാജ്യത്ത് പറയുന്നത് മതേതരത്വമാണ്, മതസൗഹാർദ്ദം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിൽ ഏതെങ്കിലും ഒരു നേതാവ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നേതാവ് പറയില്ല. സാധാരണ ഒരു ശാഖാ കമ്മിറ്റിയുടെ ഒരു പ്രവർത്തകൻ അവന്റെ ശാഖാ മീറ്റിങ്ങിനകത്ത് വർഗീയമായി സംസാരിച്ചതിന്റെ ഒരു ചെറിയ റെക്കോർഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്തു കാണിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, RSS എത്ര കാലമായി പ്രവർത്തിക്കുന്നു ഇവിടെ? എന്തെല്ലാം പ്രയോഗങ്ങൾ നടത്തി. എന്നിട്ട് RSSന് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു ശാഖയിലെ ഒരു ശാഖാ കമ്മിറ്റിയുടെ ഭാരവാഹി പറഞ്ഞ ഒരു വർഗീയ പ്രസംഗം പുറത്തു കൊണ്ടുവരാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? എന്തേ സാധിക്കാത്തത്? ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി അതല്ല, മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനുള്ളതല്ല, അവർക്ക് വേണ്ടി സൗഹൃദത്തോടെ നന്മയോടെ കൂടെ നിൽക്കാനുള്ളതാണ്. ഒരു മുസ്ലിമിന് ഒരു സമുദായം എന്ന നിലക്ക് അവന്റെ അവകാശങ്ങൾ വേണമെന്ന് പറയുന്ന പോലെ തന്നെ അവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി കൂടെ അതിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവേണ്ടവനാണ് എന്ന് പഠിപ്പിച്ചത് ജീവിതം കൊണ്ട് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. സ്വന്തം മകനെ ഇന്ത്യയുടെ പട്ടാളത്തിലേക്ക് പറഞ്ഞുവിടാൻ ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി കൊടുത്ത മനുഷ്യന്റെ പേരാണ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന്, ലീഗിന്റെ നേതാവെന്ന്. അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ അത്രമേൽ സുതാര്യതയോടെ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുക ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി പറഞ്ഞതാണ്. കുഴപ്പമെങ്കില് പിണറായി വിജയ, AK ബാലേട്ട, ഒരു കാര്യം മനസ്സിലാക്കിക്കോങ്ങള്, കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്നെപ്പോ AK ബാലൻ പിന്നെ എന്താന്ന് വെച്ചാൽ, ബാലേട്ടൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അദ്ദേഹം മറ്റ് CPM-കാരെ പോലെ ഒരു അപകടം പിടിച്ച ആളൊന്നുമല്ല. അത്രയൊന്നും ഈ ദുഷ്ടത കുറവാണെങ്കിലും വിവരക്കേട് കൂടുതലുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുക വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ സത്യം പറഞ്ഞു പോകും. അദ്ദേഹം ഇന്നലെ എനിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ പറയാണ്, 9 കൊല്ലം കൊണ്ട് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കുമെന്ന്. എന്റെ ബാലേട്ട, മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് മാത്രമല്ല, കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കം അടിച്ചു മാറ്റി കൊണ്ടുപോയത് തിരിച്ചു പിടിക്കണം എന്നെ ഞങ്ങൾ പറയണത്. അതിന് കോംപ്രമൈസ് ഒന്നും പറ്റൂല, അതിനൊരു കോംപ്രമൈസും ഇല്ല. തിരിച്ചു കൊണ്ടുപോയി വെക്കണം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നഷ്ടപ്പെടുത്തിയത് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞങ്ങള് രാഷ്ട്രീയമായി സംഘടിക്കുന്നു എന്ന് പറയുന്നത്. അത് മുസ്ലിം ലീഗിന്റെ വഴിയാണ്, രാഷ്ട്രീയമായ വഴിയാണ്. ആ വഴിയിലാണ് ഇന്ത്യയുടെ ജനാധിപത്യവും ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം CPM-കാരോട് ചോദിക്കുന്നത്, നിങ്ങളിപ്പോ ഈ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ വലിയ തിരക്കിലാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിന്റെ മറവില് ഭൂരിപക്ഷ പ്രീണനം, ഇപ്പൊ CPM പറയുന്ന ഒരു കാര്യപ്പെട്ട ന്യായം എന്താ അറിയോ? ഞാൻ അത് പറഞ്ഞു. എന്താ ന്യായം എന്നറിയോ? ഞങ്ങള് BJP-യിലേക്ക് ഹിന്ദുക്കൾ പോവാതിരിക്കാൻ ഞങ്ങള് CPM പ്രവർത്തിക്കുന്നു എന്നാണ്. ഇവിടുത്തെ ഹിന്ദുക്കള് BJP-യിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ CPM-കാരാ അവരൊക്കെ വളരെ മോശക്കാരാണ് എന്നല്ലേ ഞങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, BJP-യിലേക്ക് ഇവിടുത്തെ ഹിന്ദുക്കൾ പോകാതിരിക്കാനാണ് ഞങ്ങൾ പണിയെടുക്കണമെന്ന് പറഞ്ഞ സഖാക്കളോട് പറയട്ടെ, അതിന് നിങ്ങൾ വേറൊരു BJP ഉണ്ടാക്കുക വേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? അതാണോ നിങ്ങളുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട്? BJP-യേക്കാൾ വലിയ വർഗീയത പറയുക, BJP-യേക്കാൾ വലിയ ന്യൂനപക്ഷ അതിക്രമങ്ങൾ നടത്തുക, BJP-ക്കെതിരെ അതിന് ഏറ്റവും വലിയ ആക്രമണങ്ങൾ നടത്തുക, ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് ന്യായമാണോ? എനിക്ക് രസമുള്ള ഒരു കാര്യം അതല്ല. CPM-ന്റെ ചൊറി നമുക്ക് മനസ്സിലാവും. അവരുടെ ഒരു കാര്യം, അവർക്ക് മുസ്ലിം ലീഗിനെ കിട്ടില്ല എന്ന ഏകദേശം ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടില്ല എന്ന് വന്നപ്പോ
പിന്നെ ലീഗിനെ ആക്ഷേപിക്കുക, വർഗീയമെന്ന് പറയലാണ് സുഖം. ഷാജി വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഷാജി ഒന്നും മിണ്ടൂല എന്നവരെ വിചാരം, പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. ആ പേടിയൊന്നുള്ള ആളുകളല്ല മുസ്ലിം ലീഗുകാർ. വർഗീയത പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഏത് CPM പറഞ്ഞപ്പോഴാണ് ഈ വർഗീയത എന്ന്. എൻ്റെ ചങ്ങായി 1948 മുതൽ ഞങ്ങളിത് കേൾക്കാൻ തുടങ്ങിയതാണ്. കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പ്രവർത്തിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ എന്താണെന്ന് തെളിയിച്ചത്. അങ്ങനെ തന്നെയാണ് CPMകാരാ ഞങ്ങളെ ഒരു മുന്നണിയിൽ കൂട്ടാൻ വേണ്ടി ആഫീസിന് മുമ്പിൽ നിങ്ങളടക്കമുള്ളവർ കാത്തുകെട്ടിക്കിടക്കുന്ന പൊതുരാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ വന്നത് പ്രവർത്തിച്ചിട്ടു തന്നെയാണ്. CPMന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാകും. വേറെ ചില ആൾക്കാർക്ക് അതിനേക്കാൾ വലിയ ചോർച്ചിലാണ്. എന്താ അവർ പറയുന്നത് വെച്ചാൽ, ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, വളരെ കൃത്യമായിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് വെച്ചാൽ പ്രിയമുണ്ട്. അമൃതാനന്ദമയ്യെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് സജി ചെറിയാൻ പിടിച്ചോണ്ടാണ്. അമൃതാനന്ദമയ്യയുടെ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തെ സ്വീകരിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? അവരൊക്കെ നന്നാക്കല ലീഗിന്റെ പണി. അവരോട് നിങ്ങൾ പോകരുതെന്ന് പറയല ലീഗിന്റെ പണി. അവരെ വിമർശിക്കലാണോ ലീഗിന്റെ പണി? അതല്ലല്ലോ. ആ വിശ്വാസം അവിടെ ഉണ്ട്. ആയിക്കോട്ടെ, എന്റെ പ്രശ്നം അതല്ല. ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു ഒരു 20 വർഷം മുമ്പ്. അന്ന് ഡിവൈഎഫ്ഐ കേരളത്തിൽ വിളിച്ച മുദ്രാവാക്യം അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ആൾ ദൈവത്തിനുമെതിരെ എന്നാണ്. ആ ക്യാമ്പയിൻ നയിച്ച കക്ഷിയാണ്. എന്നിട്ട് ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ വീട്ടിലേക്ക് പോയിട്ട് നാട്ടിൽ കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയപ്പോ UDF ഗവൺമെന്റ് അങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ഒരുപടി ഡിവൈഎഫ്ഐക്കാർക്ക് പരിക്കു പറ്റി. ഡിവൈഎഫ്ഐക്കാരൻ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ബാക്കിൽ തപ്പി വെക്കാൻ മതി. പണ്ടത്തെ അടിയുടെ മുട ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. ഈ സജി ചെറിയാനും അടി കിട്ടിയിട്ടുണ്ട്. ആ സജി ചെറിയാൻ ഏത് ആൾ ദൈവത്തിനെതിരെ സമരം നടത്തി അടി കിട്ടിയ സജി ചെറിയാൻ അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോ ഞാൻ പറഞ്ഞാൽ എന്താ അറിയോ? അമ്മേ സൂക്ഷിക്കണം, കള്ളനാണ് ഇവൻ, നിങ്ങൾക്കെതിരെ പ്രസംഗിച്ചോണ്ടാണ്. ഇപ്പോഴും ഉള്ളിൽ നേരുള്ളവനല്ല. ഇപ്പോഴും അവന്റെ മനസ്സിനകത്ത് സത്യല്ല, നിങ്ങളോടുള്ള സ്നേഹമല്ല, മറിച്ച് വോട്ടാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിക്കുമ്പോഴും നിങ്ങൾ യാറത്തിൽ പോയി മുണ്ടിട്ടാലും ആര്? ഞാൻ പറയുന്നത് സജി ചെറിയാനെ കുറിച്ചാണ്. അതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, കേരളത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു 10-20 കൊല്ലത്തിനിടയിൽ ഒരു സ്റ്റാഗ്നേഷൻ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനകത്ത് വരുത്താതെ ഈ കാലഘട്ടം സമുദായത്തിനകത്ത് വലിയ പിളർപ്പുകൾ ഉണ്ടായ കാലഘട്ടമാണ്. വലിയ പിളർപ്പുകൾ എല്ലാ വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കകത്ത് പോലും, വലിയ സാമുദായിക പ്രസ്ഥാനങ്ങൾക്കകത്ത് പോലും വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഒരു സ്റ്റാഗ്നേഷൻ ഈ പിളർപ്പ് കൊണ്ട് സമുദായത്തിന് ഉണ്ടായില്ല എന്നൊന്നും പറയാൻ ഞാനാണല്ല. ആ പിളർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്തും വലിയ സൂക്ഷ്മതയോടെ ഈ സമുദായത്തെ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഗൗരവത്തോടെ കരുതലോടെ കൊണ്ടുപോയ ഒരു വലിയ മനുഷ്യനുണ്ട്. അത് നമുക്കറിയാം, ദാറുൽ ഹുദയുടെ ആദരണീയനായ നേതാവ് ബഹാവുദ്ദീൻ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ ഞാൻ ഒരിക്കൽ ഫിൻലൻഡിൽ പോയി, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫിൻലൻഡിൽ പോയപ്പോൾ, ഫിൻലൻഡ് ഈ ലോകത്തിലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ചെന്നപ്പോ MLA ആയിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്തപ്പോ അവിടുന്ന് അവര് പറഞ്ഞു, നിങ്ങളുടെ കേരളത്തിൽ നിന്ന് ഒരു പണ്ഡിതൻ ഇടയ്ക്കിടയ്ക്കിടെ വരാറുണ്ട്. ഞാൻ അന്വേഷിച്ച് അവിടെയുള്ള ഒരു ഷംസീർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനോട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടുത്തെ ഒഫീഷ്യൽസിനെ അറിയില്ല എന്ന്. അത് പറഞ്ഞു, എന്നോട് ബഹാവുദ്ദീൻ ഉസ്താദ് അവിടെ പലതവണ വന്നിട്ടുണ്ട്. ലോകം മുഴുവൻ സഞ്ചരിച്ച് ആ മാറ്റങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വലിയ നേതൃത്വം കൊടുത്ത മഹാപണ്ഡിതൻ. ഞാനത് പറഞ്ഞു വരുമ്പോ പറഞ്ഞത് വേറൊരു കാര്യത്തിനാണ്. ഈ പുകഴ്ത്തലുകൾ, ആളുകളെ പോക്കിയടിക്കൽ, ഇതിനൊക്കെതിരെ ഈ അടുത്ത കാലത്ത് ബഹാവുദ്ദീൻ ഉസ്താദ് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തെ ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, ഇതാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്, ഇതാണ് നേതാവ് എന്ന് പറയുന്നത്, ഇതാണ് ആലിം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇതിന്. എന്താണ്? അതിങ്ങനെയാണ്: അദബ്, ഇൽമ്, ഇബാദത്ത്. ഷാഫി ഇമാമ് ഇൽമ് പഠിക്കാൻ വേണ്ടി മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇൽമൊക്കെ പഠിച്ചു, നല്ല കാര്യമാണ്, പക്ഷെ ആദ്യം പഠിക്കേണ്ടത് അദബാണ്. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കല് ഒരു സഹാബി പ്രവാചകന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ സംശയം തീർക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്ന സമയത്ത്, ഞാൻ വിശദീകരിക്കല്ല, ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ആദ്യം അദബ് പഠിക്ക്, എന്നിട്ട് മതി ഇൽമെന്നാണ്. ഇതൊരു ക്രൈറ്റീരിയയാണ്. ഞാൻ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഉസ്താദിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായത്, ഞാൻ ബഹാവുദ്ദീൻ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ ഈ നന്മകളല്ല വേറെ ചിലർ കേട്ടത് സജി ചെറിയാനെ വിമർശിച്ചതാണ്. അത് അവർക്ക് ഇഷ്ടമായില്ല, അതിഷ്ടമായില്ല. അതിന് കയറിയിട്ട് എന്നെ കുറിച്ചുള്ള ആക്ഷേപമാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ഞാൻ
കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ മുസ്ലിം സമൂഹവും സുന്നി ആശയത്തിൽ നിൽക്കുന്നവരാണ്. സുന്നി എന്നതൊരു ആശയമാണ്. സംഘടനാപരമായിട്ട് കുറേ പ്രസ്ഥാനങ്ങൾ സുന്നി പ്രസ്ഥാനത്തിനകത്തുണ്ട്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിക്കുന്നതാണ്. ഞാനിവിടെ നേരത്തെ ഉബൈദ് അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗം മുതൽ, അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗം മുതൽ, സ്വാഗത പ്രസംഗം മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിന് സജ്ജമാകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളുടെ അംഗീകാരം കൂടിയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉറച്ചു നിന്നുകൊണ്ട്, അതിനുവേണ്ടി പൊരുതി നിന്നുകൊണ്ട്, ഈ രാജ്യത്തിന്റെ സൗഹൃദത്തിന് വേണ്ടി നിന്നുകൊണ്ട്, മുസ്ലിം ലീഗ് എന്ന ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഇന്ന് അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ പിന്നെന്തിനാണ് ലീഗ് ആവുന്നത്? ഞങ്ങൾ പിന്നെന്തിനാണ് ഈ പച്ചക്കൊടി പിടിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ അഭിമാനകരമായി നിന്റെ വിശ്വാസത്തിനകത്ത് നീ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട്? ഇന്ത്യയുടെ സെക്യുലാരിസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. CPM-കാരാ തനിക്കത് അറിയില്ല. താൻ യൂറോപ്യൻ സെക്യുലാരിസത്തെ ഫോളോ ചെയ്യുന്നവനാണ്. അവിടെ സെക്യുലാരിസം മതനിരാസമാണ്. ഇന്ത്യയിലെ സെക്യുലാരിസം മതനിരാസമല്ല. എന്താണെന്ന് അറിയുമോ? എന്റെ മതത്തിനകത്ത് ഞാൻ വിശ്വസിക്കാം അഭിമാനത്തോടെ, എന്നാൽ മറ്റൊരു മതത്തെയും ആക്ഷേപിച്ചുകൊണ്ടാവരുത്, അത് തള്ളിപ്പറഞ്ഞുകൊണ്ടാവരുത്, അത് മറ്റൊരു മതത്തിന്റെ മുകളിലും കുതിര കയറിക്കൊണ്ട് ആവരുത് അത്. അതാണ് മുസ്ലിം ലീഗ് എന്നും ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം. ഒരു മതത്തിനെതിരെയും ഒരു ഹിംസാത്മകമായി അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട പദപ്രയോഗം മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ഏതെങ്കിലും ഒരു നാവിൽ നിന്ന് വന്നാൽ അവൻ ലീഗിനകത്തുണ്ടാവില്ലെന്ന് പറയുന്നത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പോളിസിയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. മറ്റുള്ളവന്റെ സങ്കടം ഏറ്റെടുക്കുന്നവൻ ജാതി നോക്കാതെ, മതം നോക്കാതെ. പക്ഷേ രാജ്യത്തിലെ ഒരു കാനേഷുമാരി എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. മുസ്ലിം ലീഗ് സമുദായത്തിന് വേണ്ടി വാദിക്കുന്നുവെങ്കിൽ അത് കേരളത്തിന്റെ എക്സൈസ് മന്ത്രിയുടെ ഭാര്യ, രാജേഷിന്റെ ഭാര്യ റഷീദ് കണിച്ചേരി എന്ന ഏത്തിസ്റ്റിന്റെ മകൾക്ക് കൂടി ഉള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ എക്സൈസ് മന്ത്രിയുടെ മകൾ ജോലിയിലേക്ക് കയറുമ്പോഴും ഈ സംവരണത്തിന്റെ ആനുകൂല്യമാണ്. ഏതു സംവരണത്തിന്റെ? മുസ്ലിം സമുദായത്തിന് അനുവദിച്ച സംവരണത്തിന്റെ. എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകൾ മാത്രം നിൽക്കുന്ന ഒരു കൂട്ടത്തിനെ അല്ല മുസ്ലിം ലീഗ് അഡ്രസ് ചെയ്യുന്നത്. സാമുദായികമായി അവർ ഈ രാജ്യത്തിന്റെ ഒരു അവയവമാണ്. അവർ കരുത്താർജിക്കണമെന്ന ലീഗിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ പ്രവർത്തകന്മാരോട്, ഇത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഐഡിയോളജിയാണ്. ഇത് സാമുദായിക രാഷ്ട്രീയമാണ്. എന്നാൽ അതേപോലെ തന്നെ സ്വത്വബോധവും സ്വത്വ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നതിനെ കുറിച്ചുള്ള വ്യത്യാസം കൃത്യമായ ബോധ്യത്തോടെ തന്നെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജിയെ അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊടുക്കാൻ നിങ്ങളുടെ ഈ ഓഫീസിൽ നിന്ന് സംവിധാനങ്ങൾ ഉണ്ടാവണം. അതിന് കഴിയണം.